எஸ் அந்த மாடி பக்கலு இந்த வளா மாலா இக்கடு பாக்கலு இந்த மாடி பக்கലു മല ബാല ഇക്ക് ബാക്കലു സുരേഷേ എടാ നീ ആർക്കെങ്കിലും ഗോൾഡ് കവർ എടുത്ത് കൊടുത്താ സ്വർണ്ണാണെന്ന് പറഞ്ഞു ഇതൊരു തള്ള ഇവിടെ കിടന്ന് നല്ല തെറി എന്തോ இந்த മാടി പക്കലു വല മാല ഇക്കലെ ബാക്കലു ഇതെന്താന്ന് വെച്ചാൽ വന്ന് പറയുന്നത് എന്നോട് എല്ലാം കൂടെ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല അതാണ് മനസ്സിലായില്ല പ്ലീസ് പറയൂ മാടി പക്കലു വല മാല ഇക്കലെ ബാക്കലു ഇതെന്താണത് എന്ത് പറ്റിയെന്ന് പറയൂ പ്ലീസ് പറയൂ കന്നഡ അത് പറ അങ്ങനെ പറ എന്നാ വേണോ കന്നഡ കന്നഡ മൂവി ഫിലിം കന്നഡ ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒരുപാട് കണ്ടിട്ടുണ്ട് കന്നഡ വെച്ച് നമ്മുടെ ബെറോസ് കണ്ട് മൈഡിയർ കുട്ടിച്ചാത്തൻ കണ്ട് അതൊക്കെ കന്നഡ വെച്ച് കണ്ട നല്ല സിനിമ കേട്ടോ അതൊക്കെ കന്നഡ കന്നഡ എനിക്ക് വന്നാ ഞാനും തരും എന്താ കന്നഡ കന്നഡ അന്ത മാടി പക്കല് ബടക്കല് ബടക്കല് നമുക്ക് എന്നാന്ന് പറയണേ നിങ്ങൾ മലയാളത്തിൽ പറ തമിഴ് தெரியுமா தமிழ் கொஞ்சம் தெரியும் நான் வந்து கன்னடாவில பெரிய ஆக்ட்ரஸ் ഓ കന്നഡ തമിഴ് തെലുങ്ക് കന്നഡ കന്നഡയിലെ ഭയങ്കര സിനിമ നടി എനിക്ക് മനസ്സിലായില്ല അല്ല മലയാളം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുമായിരുന്നു പിന്നെ ഞാൻ വന്നത് മലയാളത്തിൽ പറയാൻ പറ്റുമോ ഇത് എനിക്ക് മലയാളം വരാത് എനിക്ക് മലയാളം വരക്കൂടാത് അയ്യോ പാമ്പ് സാധനം വരുന്നുണ്ട് വരും വരും മലയാളമൊക്കെ ഇപ്പൊ വന്നായിരുന്നു അങ്ങനെ പറയാൻ കാരണം എന്താന്നറിയാട്ടോ ഞാൻ കന്നഡയിലൊക്കെ പോയി സിനിമയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ കന്നഡക്കാരിയാന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനിങ്ങനെ മലയാളം എന്ന് പറഞ്ഞാൽ ചേട്ടനും പറയത്തില്ല ഞാൻ കന്നഡയിലൊന്നും പോയിട്ടില്ലെന്ന് അതുകൊണ്ട് ഞാൻ കന്നഡ ഭാഷ ആദ്യം പറയും അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ മലയാളം പറയത്തുള്ളു ഇത് ഏത് ഞാൻ അങ്ങനെ പേരെന്താന്നാ പറഞ്ഞേ എന്റെ പേര് തമന്ന എങ്ങനെ തമന്ന ഞാൻ അവിടെ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് എങ്ങനെ ശരിയാവും രണ്ട് തമന്നയുണ്ടോ ചേട്ടന്റെ പേരെന്താ ബാബു എന്നാണ് ബാബു എന്നാ ലോട്ടറി വിൽക്കുന്ന ചേട്ടന്റെ പേരെന്താ ബാബു രണ്ടുപേർക്ക് പേര് വന്നില്ലേ അങ്ങനെ വന്നതാ തമിഴ്നാട്ടിൽ അവളെന്റെ ഭയങ്കര സുഹൃത്താ തമിഴ്നാട്ടിലെ തമന്ന ഞാൻ കന്നഡയിലെ തമന്ന അത്രേ ഉള്ളൂ വ്യത്യാസം ചേട്ടാ ഇവിടെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഞാനൊന്ന് ഗോൾഡ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ഗോൾഡ് നോക്കിക്കോളൂ ഞാൻ ഒരാഴ്ചകൾ തുടങ്ങിയിട്ട് എനിക്ക് വലിയ അതെ എനിക്ക് എല്ലാ സാധനം ഉണ്ട് കേട്ടോ ഇവിടെ ചിലതൊക്കെ കാലിയാണല്ലോ ചേട്ടാ അതെ ഒരാഴ്ചയിൽ കളക്ഷൻ വന്നു തുടങ്ങുള്ളൂ 22 ക്യാരറ്റ് ആണല്ല അതെന്താ ഇവിടെ ബീട്രൂട്ട് ഇല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതെന്താന്നറിയാ കന്നഡയിലൊക്കെ ടൗണിലൊക്കെ ഭയങ്കര സംസാരമാണ് ഞാൻ ഭയങ്കര സീരിയസ് റോളുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ ഞാൻ കോമഡിയും ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കാണ് ഇത് പോയി ഞാൻ അവിടെ അടിക്കും ആണോ നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ചേട്ടാ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ എല്ലാം ഒന്ന് നോക്കി വെക്കുന്നേ ഉള്ളൂ ഞാൻ പിന്നീട് വരാം 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ വരാം വന്നിട്ട് ഞാൻ മേടിക്കാം ഇപ്പൊ എനിക്ക് എല്ലാം ഒന്ന് കാണണം പുതിയ സെലക്ഷൻ വന്നേക്കണത് ചേട്ടാ പിന്നെ ഇവിടെ ഡയമണ്ട് ഉണ്ടോ ഇല്ല അത് ഏതെങ്കിലും തുണിക്കടയിൽ പോണം ഡബിൾ മുണ്ടിനെ ഡബിൾ മുണ്ടല്ല ഡയമണ്ട് പിന്നെ ഡയമണ്ട് ഇല്ലാത്ത സ്വർണ്ണക്കടയുണ്ടോ സ്വർണ്ണക്കടയിൽ ഡയമണ്ട് ഉണ്ടാവും ബാംഗിൾസോ അവനെ ഒന്നുകൂടെ വിളിക്കട്ടെ എടാ അതെവിടെ എന്നാന്ന് പറഞ്ഞു ബാംഗിൾസ് ഇവിടെ ഉണ്ടായിരുന്നത് ഇരുന്നു പോയതാ ചേട്ടന്റെ കൈ ഇരിക്കുന്നത് എന്താ ഇത് വള ചേട്ടാ അതാണ് ബാംഗിൾസ് ശരിക്കും ഇതാണോ ഇതൊന്നും അറിയാതെ സ്വർണ്ണക്കട തുറന്നു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒരാഴ്ചയായി തുടങ്ങിയിട്ട് വരുന്നതല്ലേ ഉള്ളൂ ഇവിടെ വേറെ സ്റ്റാഫ് ഒന്നും ഇല്ല ചേട്ടാ സ്റ്റാഫ് ഉണ്ടായിരുന്നു അവരെല്ലാം ലഞ്ച് ബ്രേക്ക് എന്നും പറഞ്ഞു പോയതാണ് ആണല്ലേ 1 മണിക്കൂർ ഇടവിട്ട് ലഞ്ച് ബ്രേക്ക് ചേട്ടാ എനിക്ക് ഇതൊക്കെ ഒന്ന് കാണണം ഇത് നല്ല പുതിയ അത്യാവശ്യം വേണം എനിക്ക് ബാംഗിൾസ് ഒന്ന് കാണണം ചേട്ടാ ഈ മാലയൊന്നും എടുക്കോ ഇതോ ഇത് നല്ലതാണ് കേട്ടോ അങ്ങോട്ട് അത് കൊള്ളാം എത്ര ഉണ്ട് ചേട്ടാ ഇത് അത് ഒരു 5 പവനോളം വരും ഇത് കൊള്ളാലോ ചേട്ടാ അത് കൊള്ളാം നല്ലതാണ് അയ്യോ ചേട്ടാ ഇത് കൊള്ളാം അത് കൊള്ളാം എല്ലാം കൂടെ ഭാരി നോക്കട്ടെ ഇതൊന്നും പെണ്ണുങ്ങൾ ഇതാണ് സ്വർണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനല്ലേ ഇത് കൊള്ളാട്ടോ ഇത് നല്ല കളക്ഷൻ ഇത് വള കൊള്ളാം കൊള്ളാം ചേട്ടാ അത് എടുത്തോളൂ 1.5 ലക്ഷം രൂപയുള്ളൂ 1.5 ലക്ഷം അത്രേ ഉള്ളൂ അയ്യോ കേറുന്നില്ല എനിക്ക് പാകമല്ല അയ്യോ അത് ഇതേപോലത്തെ കളക്ഷൻ ഒന്നും ഇപ്പൊ വരൂല പുതിയ സാധനങ്ങൾ അതെനിക്ക് മനസ്സിലായി ഞാൻ കന്നഡ അവിടെ ഒന്നും ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഇത് ലേറ്റസ്റ്റ് ഫാഷനാ എനിക്ക് പക്ഷെ കേറുന്നില്ല ഞാൻ മാഡത്തിന്റെ കയ്യിൽ ടച്ച് ചെയ്യുന്നോണ്ട് കുഴപ്പം വായി നോക്കിയല്ലേ ചേട്ടാ വായി നോക്കിയെന്നല്ല പറഞ്ഞേ വൈ നോട്ട് എന്തുകൊണ്ടില്ല ഞാൻ